2026 UDF-നെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. UDF വിജയിച്ചു വന്നാൽ അധികാരത്തിൽ വരും. പക്ഷേ LDF-ന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല. അവരെ പ്രതിപക്ഷത്തിരിക്കും. 2 തവണ തുടർച്ചയായ ഭരണമായിരുന്നല്ലോ. പക്ഷേ UDF ഒരു തവണ കൂടി പ്രതിപക്ഷത്തേക്ക് പോയാൽ ആ മുന്നണി തന്നെ തകരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഘടകകക്ഷികളെല്ലാം തന്നെ പല വഴികളിലൂടെ പോകും. കോൺഗ്രസ് ഇല്ലാതാവുകയും ചെയ്യും. ഇവർക്ക് ചില ജില്ലകൾ വളരെയധികം ശ്രദ്ധ നേടിക്കഴിഞ്ഞാൽ, വളരെ കരുതലോടുകൂടി സ്ഥാനാർത്ഥികളെ നിർണയിച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ കഴിയും. നമ്മൾക്കറിയാം, കേരളത്തിൽ LDF തരംഗമുണ്ടാകുന്ന അവസരത്തിൽ പോലും UDF-ന് അനുകൂലമായിട്ട് നിൽക്കുന്ന ജില്ലയുണ്ട്. അതിലൊന്നാണ് എറണാകുളം. 2021 വളരെ പ്രതികൂലമായ സാഹചര്യത്തിൽ പോലും ഇവർക്ക് 9 സീറ്റുകൾ അവിടെ നിന്ന് നേടാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ മലപ്പുറം ജില്ല 16 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. അത് വളരെ സുരക്ഷിതമായിട്ട് ലീഗും അവിടെ 2-3 കോൺഗ്രസിൻ്റെതായിട്ടുള്ള മണ്ഡലങ്ങളും ഉണ്ട്. അത് തീർച്ചയായിട്ടും അവർക്ക് മുഴുവൻ നേടിയെടുക്കാൻ കഴിയും. മനസ്സിരുത്തി കഴിഞ്ഞാൽ അവര് കോൺഗ്രസിലെ ഈ പടലപ്പിണക്കമെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞാൽ എറണാകുളം അവർക്ക് പൂർണ്ണമായും നേടാൻ കഴിയും. ഇതുപോലെ പൂർണ്ണമായും പിടിച്ചെടുക്കാൻ കഴിയുന്ന മറ്റൊരു ജില്ലയാണ് പത്തനംതിട്ട. പത്തനംതിട്ട പൊതുവെ ഒരു കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ഒരു മനസ്ഥിതി ഉള്ള മണ്ഡലമായി ഒരു ജില്ലയായിരുന്നു. BJP-യുടെ വളർച്ചയിൽ കുറച്ച് മാറ്റം അവിടെ സംഭവിച്ചു. എന്നാൽ ഇവർക്ക് ഈ ജില്ലയിൽ നിന്ന് 5 സീറ്റുകളാണുള്ളത് നിലവിൽ. 5 നിയമസഭാ മണ്ഡലങ്ങളിൽ കുറഞ്ഞത് 4 എണ്ണമെങ്കിലും അവർക്ക് നേടിയെടുക്കാൻ കഴിയും. ഇപ്പോൾ 5-ൽ 5-ഉം LDF-ന്റെ കൈവശമാണ്. പത്തനംതിട്ട ജില്ലയിലെ നിയമസഭാ മണ്ഡലങ്ങൾ എന്ന് പറയുമ്പോൾ റാന്നി, അടൂര്, ആറന്മുള, കോന്നി, തിരുവല്ല എന്നീ നിയോജക മണ്ഡലങ്ങളാണ്. ഇതിൽ റാന്നി 2016 വരെ CPM-ന്റെ കൈവശമായിരുന്നു. 2021 വന്നിട്ട് കേരള കോൺഗ്രസ് മാണി വിഭാഗം LDF-ലേക്ക് പോയി കഴിഞ്ഞപ്പോൾ റാന്നി കേരള കോൺഗ്രസിന് കൊടുത്തു. അങ്ങനെ അവിടെ നിന്ന് പ്രമോദ് നാരായണൻ കോൺഗ്രസിലെ റിങ്കു ചെറിയാനെ 1200-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് നിയമസഭയിലെത്തിയത്. ഇത് വലിയൊരു ഭൂരിപക്ഷമല്ല. കോൺഗ്രസ് ഒന്നും മനസ്സിരുത്തി കഴിഞ്ഞാൽ ഈ മണ്ഡലം അവർക്ക് തിരിച്ചു പിടിക്കാൻ കഴിയും. നല്ല സ്ഥാനാർത്ഥിയെ ഇറക്കുക, കോൺഗ്രസിന്റെ പ്രയത്നവും ശക്തമായിട്ടുണ്ടായിക്കഴിഞ്ഞാൽ റാന്നി സുരക്ഷിതമായിട്ട് ഇവർക്ക് കോൺഗ്രസിന് അനുകൂലമാക്കി മാറ്റിയെടുക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെയുള്ള മറ്റൊരു മണ്ഡലമാണ് അടൂര്. അടൂര് ഏറെക്കാലം കോൺഗ്രസിന്റെ കയ്യിലായിരുന്നു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിച്ച് വിജയിച്ചു വന്ന മണ്ഡലമാണ്. പക്ഷേ പിന്നീട് അത് സംവരണ മണ്ഡലമായി കഴിഞ്ഞപ്പോൾ അത് CPI-ക്ക് കൊടുത്തിരിക്കുന്നതാണ്. CPI-ലെ മുതിർന്ന നേതാവായ ചിറ്റയം ഗോപകുമാർ, ഡെപ്യൂട്ടി സ്പീക്കറായിട്ടുള്ള ചിറ്റയം ഗോപകുമാറാണ് അവിടെ നിന്ന് 2900 വോട്ടുകൾക്ക് കോൺഗ്രസിലെ MG കണ്ണനെ പരാജയപ്പെടുത്തിയത്. അതും ഈ റാന്നിയും അടൂരും വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ മാത്രമാണ് LDF വിജയിച്ചു പോയിട്ടുള്ളത്. ഇപ്പോൾ ഒരു ഭരണവിരുദ്ധ വികാരം അതിശക്തമായിട്ട് നിൽക്കുമ്പോൾ ഈ 2 മണ്ഡലങ്ങളും UDF-ന് അനുകൂലമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. ആ അടൂർ സംവരണ മണ്ഡലത്തില് കോൺഗ്രസിലെ രമ്യ ഹരിദാസിനെ കൊണ്ടുവരാനുള്ള നീക്കമാണ് നടത്തുന്നത്. രമ്യ ഹരിദാസ് 2019 ആലത്തൂർ മണ്ഡലത്തിൽ PK ബിജുവിനെ, CPM-ലെ അധികായനായ PK ബിജുവിനെ പരാജയപ്പെടുത്തി പാട്ടും പാടി പാർലമെന്റിലെത്തിയതാണ്. 2024 രാധാകൃഷ്ണനോട്, CPM-ലെ രാധാകൃഷ്ണനോട് പരാജയപ്പെട്ടു പോയി. ആ രാധാകൃഷ്ണന്റെ മണ്ഡലത്തിൽ പിന്നീട് രമ്യ ഹരിദാസ് ഉപതെരഞ്ഞെടുപ്പിന് പോയി നിന്ന് CPM-നോടും പരാജയപ്പെട്ടു. ഇപ്പോഴിതാ പത്തനംതിട്ട ജില്ലയിലെ അടൂരിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ് ഈ സംവരണ മണ്ഡലത്തിലേക്ക്.
അതുകൊണ്ട് തന്നെയാണ് ശബരിമല സംരക്ഷണ യാത്രയുടെ സമാപന ചടങ്ങിലും മറ്റും രമ്യ ഹരിദാസിനെ പങ്കെടുപ്പിക്കുകയും അവിടെ സജീവ സാന്നിധ്യമായി മാറുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ മൂന്നാമത് വരുന്ന മണ്ഡലമാണ് ആറന്മുള. കേരളത്തിൽ LDF മൂന്നാമത് വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം കേരളത്തിലെ ആരോഗ്യ വകുപ്പും ആരോഗ്യമന്ത്രിയുടെയും കുഴപ്പം കൊണ്ടാണെന്ന് പറയാം. കേരളത്തിന്റെ ആരോഗ്യമന്ത്രി വീണ ജോർജ് വിജയിച്ചു വന്നിരിക്കുന്ന മണ്ഡലമാണ് ആറന്മുള. 2021 19,000 പത്തനംതിട്ട ജില്ലയിലെ ഏറ്റവും ഭൂരിപക്ഷമാണ്. 19,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചു വന്നത്. അപ്പോൾ അതിശക്തമായിട്ടുള്ള എതിർപ്പാണ് കേരളം മുഴുവൻ ആരോഗ്യ വകുപ്പിനെ കുറിച്ചും വീണ ജോർജിനെ കുറിച്ചും ഉണ്ടായിരിക്കുന്നത്. അത് മന്ത്രിസഭയുടെ തന്നെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ പ്രതീക്ഷകൾ പോലും നഷ്ടപ്പെട്ടു. 2016 ആരോഗ്യരംഗം പടുത്തുയർത്തിയ ഒരു ചിത്രം അത് മുഴുവൻ തകർത്ത് കളയുകയായിരുന്നു വീണ ജോർജ് തൻ്റെ പ്രവർത്തന രീതിയിലൂടെ. അപ്പോൾ അവിടെ ആറന്മുള മണ്ഡലത്തില് കോൺഗ്രസിലെ വളരെ യുവ നേതൃത്വത്തെ തന്നെ അവിടെ ഇറക്കാനുള്ള തീരുമാനമാണ്. ഒന്നുകിൽ അബിൻ വർക്കിയെ ആറന്മുളയിൽ നിർത്തി മത്സരിപ്പിക്കും, അതല്ലെന്നുണ്ടെങ്കിൽ ഉമ്മൻചാണ്ടിയുടെ മകൾ അച്ചുമ്മനെയോ രംഗത്തിറക്കാനാണ് പാർട്ടിയുടെ ആലോചന. അടുത്തത് നാലാമത് വരുന്നത് കോന്നി മണ്ഡലമാണ്. കോൺഗ്രസിന്റെ കയ്യിൽ വളരെ സുരക്ഷിതമായിരുന്ന മണ്ഡലമാണ്. അങ്ങനെ സുരക്ഷിതമായിട്ടിരിക്കുമ്പോഴാണ് അടൂർ പ്രകാശിനെ അവിടെ നിന്ന് ആറ്റിങ്ങലിലേക്ക് കൊണ്ടുപോയത് 2019. പിന്നീട് 24 ആറ്റിങ്ങലിൽ നിന്ന് വിജയിക്കുകയും ചെയ്തു. കോന്നിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അത് CPM-ന്റെ കൈകളിലേക്ക് പോയി. ജനീഷ് കുമാർ MLA ആയി. ജനീഷ് കുമാറിനെ കുറിച്ച് മണ്ഡലത്തിൽ ഉടനീളം അതിശക്തമായ പ്രതിഷേധമാണുള്ളത്. അതുകൊണ്ട് അടൂർ പ്രകാശിനെ തന്നെ തിരികെ കൊണ്ടുവരാൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. അടൂർ പ്രകാശ് കേരള രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ മറ്റു ചില MP-മാർക്കും മുറുമുറുപ്പുണ്ടാവും. കാരണം ഇപ്പോൾ കോൺഗ്രസിലെ MP-മാർക്ക് പലർക്കും കേരള രാഷ്ട്രീയത്തിലേക്ക് മടങ്ങി വരാനാണ് താല്പര്യം. കാരണം ദേശീയ രാഷ്ട്രീയത്തിൽ നിന്നിട്ട് ഒരു ഗുണവും പിടിക്കാൻ പോകുന്നില്ല എന്നവർ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് കോന്നിയിൽ തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ അടൂർ പ്രകാശിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. അടൂർ പ്രകാശ് UDF-ന്റെ കൺവീനർ കൂടിയാണ്. അപ്പോൾ അടൂർ പ്രകാശിന് ആ തരത്തിൽ പ്രത്യേകിച്ച് ഈഴവ പ്രാതിനിധ്യം കൂടിയുണ്ട്. ഈഴവർക്ക് വേണ്ടത്ര പ്രാതിനിധ്യം കൊടുക്കുന്നില്ല എന്ന് വെള്ളാപ്പള്ളിയുടെ അതിനിശ്ചിതമായ വിമർശനവും നിൽക്കുന്ന സ്ഥിതിക്ക് അടൂർ പ്രകാശിനെ കോന്നിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. 2011 ഉമ്മൻചാണ്ടി സർക്കാരിലെ റവന്യൂ മന്ത്രിയുമായിരുന്നു അടൂർ പ്രകാശ്. അപ്പോൾ അടൂർ പ്രകാശിലൂടെ കോന്നി തിരിച്ചു പിടിക്കുക. അടുത്തത് അഞ്ചാമത് വരുന്നത് തിരുവല്ലയാണ്. ഈ 5-ൽ 4 UDF-ന് വളരെ പ്രയാസമില്ലാതെ അല്പമൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ ജയിച്ചു വരാം. പക്ഷെ തിരുവല്ലയിൽ ഇക്കുറി മത്സരം കടുക്കും. തിരുവല്ല UDF-ൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്നതാണ്. ഘടകകക്ഷികളുടെ നിന്ന് ചില സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ചു മാറാനും എടുക്കാനും കോൺഗ്രസ് ആലോചിച്ചിട്ടുണ്ട്. ജോസഫിന്റെ കയ്യിൽ നിന്ന് കോൺഗ്രസ് ഇത് മണ്ഡലം ഏറ്റെടുക്കും. എന്നിട്ട് കോൺഗ്രസിലെ വളരെ മുതിർന്ന നേതാവായിട്ടുള്ള PJ കുര്യനെ, 83 വയസ്സുള്ള നമ്മൾ കടൽക്കിഴവന്മാരെന്നൊക്കെ പറയുന്ന PJ കുര്യനെ പോലുള്ള ആ PJ കുര്യനെ തന്നെ മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാൻ ആണ് പാർട്ടി ആലോചിക്കുന്നത്. അങ്ങനെ മണ്ഡലം തിരിച്ചു പിടിക്കാൻ. കാരണം തിരുവല്ലയില് ഈ ക്രൈസ്തവ സഭകളുടെ ഒരു വലിയ സ്വാധീനമുണ്ട്. ആ സഭകളും ഒക്കെ ആയിട്ട് വലിയ സമുദായ ബന്ധമുള്ള ആളാണ് PJ കുര്യൻ. പ്രത്യേകിച്ച് മർത്തോമ സഭയുടെ ആസ്ഥാനവുമാണ് തിരുവല്ല. അങ്ങനെ തിരുവല്ല തിരിച്ചു പിടിക്കണമെന്നുണ്ടെങ്കിൽ PJ കുര്യനെ കൊണ്ട് സാധിക്കും. UDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസിലെ ഒരു മുതിർന്ന നേതാവും മന്ത്രിയും ആകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. പക്ഷേ ഇവിടെ ഓർക്കേണ്ട മറ്റൊരു കാര്യം, BJP-യുടെ ക്രൈസ്തവ മുഖമായ അനൂപ് ആന്റണി ആയിരിക്കും തിരുവല്ലയിൽ മത്സരിക്കാൻ പോകുന്നത്. അതവിടെ ശക്തിയായ മത്സരത്തിലേക്ക് മാറും. അവിടെ ക്രൈസ്തവ സഭകൾ BJP-യുമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ധാരണ അവിടെ ഏതു തരത്തിൽ വർക്കൗട്ട് ആകും എന്നുള്ളതുമാണ് എടുത്തറിയേണ്ട കാര്യം. LDF-ൽ നിന്ന് മാത്യു ടി തോമസ് തുടരും എന്നാണ് അറിയുന്നത്. എന്തായാലും തിരുവല്ലയിൽ അതിശക്തമായ മത്സരമായിരിക്കും. ബാക്കി 4 മണ്ഡലങ്ങളും UDF വിചാരിച്ചു കഴിഞ്ഞാൽ അവരുടെ കോട്ടയിലേക്ക് കൊണ്ടുവരാൻ കഴിയും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.